രസമല്ലേ കണിക്കൊന്നയൊക്കെ പൂത്ത് വെക്കുന്ന കാണാൻ. അപ്പം നാട്ടിലെല്ലാവരും കണിക്കൊന്ന പറിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും നമുക്കറിയാം. നമ്മൾ ഇപ്രാവശ്യം കണിക്കൊന്ന പറിക്കാനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ രന്തിവേട്ടനുള്ള ഫസ്റ്റത്തെ വിഷുവാണ്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വിഷു ഞങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റില്ല. രന്തിവേട്ടൻ ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വെച്ചു. പക്ഷേ നമ്മൾ രണ്ടുപേരും മാത്രമാകുമ്പോൾ ആ ഒരു രസം ഉണ്ടാകാമെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ ഒറീസയിലേക്ക് വന്നു. അവിടെയാണ് എൻ്റെ ഏട്ടൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ഞങ്ങളിവിടെ എത്തുമ്പോൾ 8:30 ആയി. അപ്പോൾ നേരെ കണിക്കൊന്ന പറിക്കാനുള്ള അഭ്യാസങ്ങളാണ് ഇവിടെ കാണുന്നത്. പിള്ളേരും എല്ലാവരും എല്ലാവരും ഉത്സാഹിച്ച് പറിക്കുന്നുണ്ട്. മതിയായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്വഭാവം അറിയില്ല, എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. കാരണം നാട്ടിലെല്ലാം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ കുറേ കണ്ടുകൊണ്ട് അതിൻ്റെ ആവേശമായിരുന്നു നമുക്ക്. പിന്നെ ഞാനും കുറച്ച് നേരം പോസൊക്കെ ചെയ്ത് കൊടുത്തു, നീതും പോസ് ചെയ്തു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് സെഞ്ചുവിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. നാളെ എല്ലാവരും കാണിയാക്കണേ. ഓക്കെ, ബൈ. പിന്നെ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കണം.